ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരു 85% ഗുരുക്കന്മാർക്ക് ഒരാൾ വരുമ്പോൾ ഇവൻ ഇത് ഇങ്ങനെയാണെന്നും, കാരണം ഈ മേഖലയിൽ അവർ വർഷങ്ങളായി നിൽക്കുന്നതാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് ദേവതാ ഉപാസനയിലേക്ക് ഒരാൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തീക്കകത്തേക്ക് ചാടുന്നത് പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗുരുവിൻ്റെ ചെന്ന് കുറച്ച് മന്ത്രം വായിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഗുരുവിൽ ചെന്ന് കുറേ മന്ത്രങ്ങൾ വാങ്ങിക്കുന്നു, അടുത്ത് മറ്റൊരു ഗുരുവിനെ തേടിപ്പോകുന്നു. ഇത് രണ്ടും ശരിയല്ല. തലോടലുകൾ മാത്രമാണ് കിട്ടുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നല്ല തല്ലലും കിട്ടും. ഇത് പോസിറ്റീവാണോ, ഈ വരുന്നതൊക്കെ പോസിറ്റീവാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നെഗറ്റീവാണെങ്കിൽ ശിവൻ്റെ അടുത്ത്, വിഷ്ണുവിൻ്റെ അടുക്കൽ പോവുക, പൽപ്പായസം കൊടുക്കുക, ശിവൻ്റെ അടുത്ത് പോവുക, ദേവിയുടെ അടുത്ത് പോവുക. വരുന്ന ശിഷ്യൻ അവിടെ നിന്ന് കുറച്ച് പഠിച്ചു, ഈ ആൾ പറയില്ല ഞാൻ ഇന്ന ഗുരുവിൻ്റെ നിന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കത് ഇന്ന ദുരിതമുണ്ട്, അതൊന്നും പറയില്ല. ഇവർ മറച്ചു വെച്ചിട്ടാണ് ആദ്യം എന്നുള്ള രീതിയിൽ ഈ ഗുരുവിൻ്റെ അടുത്ത് ചെയ്യുന്നത്. ഈ ഗുരുനാഥൻ തന്നെ, നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞാൻ തന്നെ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് അവനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, പരമാവധി ഒഴിഞ്ഞു പോകും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു, ഹൈന്ദവ രീതി കൃത്യമായി പഠിച്ച് ഹൈന്ദവ രീതി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന 85-90% ഗുരുക്കന്മാർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഒരാൾക്ക് നന്മയുണ്ടാക്കാൻ ഒരു മന്ത്രം കൊണ്ടും ഒരു ദേവതയെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരാൾക്ക് നാശം ഉണ്ടാക്കാനും പറ്റും. ഒരു ദേവത നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ദേവതയുടെ നന്മ മാത്രമല്ല എത്തുന്നത്, ആ ദേവതയ്ക്ക് തിന്മ സ്വഭാവവും കൂടെ ഉണ്ടാവും. ഞാൻ പൂജ പഠിക്കാൻ പോകുന്നു, കളിയാക്കും ചിലത്. പറയാൻ മനസ്സിലായി, അയ്യോ പൂജ പഠിക്കാൻ പോകുന്നു, കളിയാക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ കളിയാക്കുന്നവർ തന്നെ നമ്മളെ തേടി രഹസ്യമായിട്ട് വരും. അങ്ങനെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുമോ? കേരളത്തിലിപ്പോൾ പുതിയ ചെറുപ്പക്കാർ പലരും പല ഉപാസനാ പദ്ധതികളും പഠിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അത് പല രീതിയിലുള്ള ഉപാസനാ പദ്ധതികൾ അവരുടെ കുടുംബത്തിൽ ആചരിച്ചു വന്നതിൽ അന്യം നിന്ന് പോയപ്പോൾ പുതിയ ഗുരുക്കന്മാരെ തേടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന ചെറുപ്പക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഓടുന്നതിൻ്റെ ഇടയിൽ, കാരണം ഒരു ഗുരുവിൻ്റെ ചെന്ന് കുറച്ച് മന്ത്രം വായിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഗുരുവിൽ ചെന്ന് കുറേ മന്ത്രങ്ങൾ വായിക്കുന്നു, അടുത്ത് മറ്റൊരു ഗുരുവിനെ തേടിപ്പോകുന്നു. ഇത് രണ്ടും ശരിയല്ല എന്ന് പറഞ്ഞ് തേടിപ്പോകുന്ന ഒരവസ്ഥ ഇപ്പം നിലനിന്ന് കാണുന്നുണ്ട്. നമ്മളെ അടുത്തും വരുന്നവരുണ്ട്, ഞാൻ ഇന്ന 2-3 ഗുരുക്കന്മാരെ കണ്ടു, അത് അത്ര കറക്റ്റായില്ല, അടുത്ത ആളിൻ്റെ പോകുന്നു. ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അവരാദ്യം കൃത്യമായിട്ട് ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ഏതെങ്കിലും വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചിട്ടയായി ക്ഷേത്ര ദർശനം ഒരു വർഷമെങ്കിലും ക്ഷേത്രത്തിൽ പോവുക, ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി നിൽക്കുക, അവിടെ ദർശനം നടത്തുക, നമ്മുടെ പേരിന് ഭാഗ്യസൂക്തം ഇതുപോലെയുള്ള അർച്ചനകൾ നടത്തുക. ഈ അർച്ചനകൾ നടത്തി ഇതിനെ എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്കിത് കൊണ്ടുപോകാൻ പറ്റും, ഈ സമ്പ്രദായങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ എനിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് ദേവതാ ഉപാസനയിലേക്ക് ഒരാൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തീക്കകത്തേക്ക് ചാടുന്നത് പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ കുത്തി ഒഴുകി വരുന്ന ഒരു മലവെള്ളത്തിലേക്ക് നമ്മൾ ചാടുകയാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഈ തലോടലുകൾ മാത്രമാണ് കിട്ടുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നല്ല തല്ലലും കിട്ടും. ഒരു ദേവത യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ ഭദ്രകാളി തന്നെ എടുക്കാം. നമുക്ക് ഭദ്രകാളി പോലുള്ള അത്യുഗ്ര രൗദ്ര സ്വരൂപത്തിലുള്ള ഒരു ദേവത, നമ്മൾ മന്ത്രജപവും പൂജകളും ഒരു എങ്ങനെ നമ്മളൊരു മന്ത്രം പഠിച്ച് ഒരു ദേവതയെ സിദ്ധെടുക്കുക, അല്ലെങ്കിൽ ദേവതയെ നമ്മളെ വശത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ദേവത നമ്മളോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി അക്ഷരലക്ഷം ജപിച്ച്, അപ്പോൾ ഏത് ദേവതയായിക്കോട്ടെ, അതിപ്പോൾ ഭദ്രകാളി നമുക്ക് പറയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ്, അക്ഷരലക്ഷം ജപിച്ച് ആ ദേവതയെ നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ചില ദേവതകൾ, ചില സാമ്പ്രദായിക ദേവതമാർ, ചില ദ്രാവിഡ ദേവതമാർ അത് പൂർണ്ണമായും നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരു ജീവൻ എടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അത് ഈ ഉപാസകൻ്റെ കണ്ണിലും കണ്ണായ ഒരു ജീവനായിരിക്കും. 80% മൃത്യു, അപമൃത്യു ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാരും തുറന്ന് പറയില്ല.
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും നമ്മൾ എടുത്ത് ചാടരുതെന്നും ചാടുമ്പോൾ സൂക്ഷിക്കണമെന്നും ഒക്കെ വളരെ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചു. ഞങ്ങളോടൊപ്പം ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് പഠിച്ചൊരു 4-5ഓളം പേർക്ക് ഈ മന്ത്രങ്ങൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിനകത്ത് തന്നെ വളരെ കലഹങ്ങളും അപമൃത്യു ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുകയും പലരും പഠിത്തം നിർത്തി പോവുകയും ചെയ്തു. ഈ മന്ത്രം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അത് നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ദേവതയുണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ഗുരുവിനെ ആദ്യം നമ്മൾ പ്രീതിപ്പെടുത്തിയെടുക്കുക. ഈ ദേവതയ്ക്ക് കാരണമായ ഗുരുവിനെ പ്രീതിപ്പെടുത്തിയെടുക്കുക. ഈ ഗുരുവിനെ പ്രീതിപ്പെടുത്തിയെടുക്കുന്നതിന് ആദ്യം ചെയ്യണം, അതിന് പ്രത്യേക മന്ത്രങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിലൊരു അക്ഷരലക്ഷം, ഒന്നും അറിഞ്ഞുകൂടാത്തവരോടാണ് പറയുന്നത്, അക്ഷരലക്ഷം നമശിവായ എങ്കിലും ജപിക്കുക. വെറും നമശിവായ, ഋഷിമൂല ഛന്ദസ്സൊന്നുമില്ലാതെ വെറും നമശിവായ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ മാറ്റം ശ്രദ്ധിക്കുക. നമ്മളുണ്ടാകുന്ന നമുക്ക് ചുറ്റുപാട് നമ്മളോടുള്ള പെരുമാറ്റ രീതി, സമ്പ്രദായങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കിത് പോസിറ്റീവാണോ, ഈ വരുന്നതൊക്കെ പോസിറ്റീവാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നെഗറ്റീവാണെങ്കിൽ ശിവൻ്റെ അടുത്ത്, വിഷ്ണുവിൻ്റെ അടുക്കൽ പോവുക, പൽപ്പായസം കൊടുക്കുക, ശിവൻ്റെ അടുത്ത് പോവുക, ദേവിയുടെ അടുത്ത് പോവുക. ഇതിങ്ങനെ സ്ഥിരം ചെയ്യണം. ഒരു ദിവസം ചെയ്തു, ഇനി അടുത്തൊരു 5 ദിവസം കഴിഞ്ഞ് ചെയ്യാം. ഇതൊന്നുമല്ല, ഇത് സ്ഥിരം ചെയ്യുക. സ്ഥിരം ചെയ്ത് ഒരു മന്ത്രം ഏതെങ്കിലും, ആദ്യം ചെയ്യേണ്ടത് ഗുരുമന്ത്രം. ഏത് ഗുരുനാഥൻ്റെ അടുത്ത് പോയാലും നമുക്ക് കുടുംബത്തിനകത്തൊരു ദേവത ഉണ്ടെങ്കിൽ നമ്മുടെ ഗുരുവിനെ നമുക്ക് അനുയോജ്യമാക്കി എടുക്കാനുള്ള മന്ത്രം ആ ഗുരുനാഥനോട് ചോദിക്കുക. അപ്പോൾ ആ ഗുരുനാഥന് അറിയാമെന്നുള്ളതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും. ആ മന്ത്രം നമ്മൾ ആദ്യം ഒരു ലക്ഷങ്ങൾ, അത് ആ ഗുരുനാഥൻ പറയുന്നത്. അപ്പോൾ അക്ഷരലക്ഷമാണെങ്കിൽ അങ്ങനെ, 5 ലക്ഷമാണെങ്കിൽ അങ്ങനെ, അത് കൃത്യമായി ജപം നടത്തുക, വ്രതം കൃത്യമായി പിടിക്കുക, ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ ഗുരുനാഥൻ്റെ, ഏത് ഗുരുനാഥനിൽ നിന്നാണ് എടുക്കുന്നത്, ആ ഗുരുനാഥൻ്റെ കൃത്യമായ ആചരണ രീതികളും ഉപാസന രീതികളും നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും ഇതുപോലെയുള്ള ആൾക്കാർ ചെല്ലുന്നത് കൊണ്ട്, കാരണം ഒരാൾ വല്ലതും രഹസ്യമായി കുറച്ച് മന്ത്രം വായിക്കും, അവൻ ആ ദുരിതത്തിൽപ്പെടുന്ന ആ ദുരിതം മാറും. ദുരിതം മാറിയതിന് ശേഷം ഈ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു ഗുരുനാഥൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഇതൊരു സ്ഥിരം ആയതുകൊണ്ട് ഇന്ന് പല ഗുരുക്കന്മാരും പല മന്ത്രങ്ങളും പല രീതികളും ചെന്നാൽ ഉടനെ ഒന്നും കൊടുക്കാറില്ല. കാരണം വരുന്ന ശിഷ്യൻ അവിടെ നിന്ന് കുറച്ച് പഠിച്ചു, ഈ ആൾ പറയില്ല ഞാൻ ഇന്ന ഗുരുവിൻ്റെ നിന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കത് ഇന്ന ദുരിതമുണ്ട്, അതൊന്നും പറയില്ല. ഇവർ മറച്ചു വെച്ചിട്ടാണ് ആദ്യം എന്നുള്ള രീതിയിൽ ഈ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക. ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരു 85% ഗുരുക്കന്മാർക്ക് ഒരാൾ വരുമ്പോൾ ഇവൻ ഇത് ഇങ്ങനെയാണെന്നും, കാരണം ഈ മേഖലയിൽ അവർ വർഷങ്ങളായി നിൽക്കുന്നതാണ്. ഞാൻ തന്നെ ഒരു 20 വർഷമായി പഠിച്ചിട്ട്, 16-20 വർഷം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനേക്കാൾ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗുരുക്കന്മാരാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നൊരു മന്ത്രം ചോദിക്കുമ്പോഴോ അവരുടെ വരവ്, അവരുടെ പോക്ക്, ഇതൊക്കെ അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവർ സാധാരണ ഇപ്പോൾ പലരും നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ഗുരുക്കന്മാർ പലരും ചെയ്യുന്നത്, ഇവൻ വന്ന് നമ്മളോട് ഒരു അടുപ്പം സൃഷ്ടിച്ച് തുടങ്ങുമ്പം തന്നെ ഈ ഗുരുനാഥൻ തന്നെ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞാൻ തന്നെ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് അവനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, പരമാവധി ഒഴിഞ്ഞു പോകും. കാരണം എനിക്ക് മുമ്പ് വന്ന ശിഷ്യന്മാരിൽ നിന്നെല്ലാം തിക്ത അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഗുരുക്കന്മാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഗുരുക്കന്മാർ പറഞ്ഞു ചിരിക്കുന്നത്. ഈ വരുന്നവന്മാരുടെ അടുത്ത് നമ്മളൊരു മോശക്കാരനാണ് എന്ന് അവൻ്റെ ഉള്ളിൻ്റെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവനതങ്ങ് പൊക്കോളും. അവൻ അത് ചെന്ന് മറ്റൊരാളോട് ചെന്ന് പറയും അദ്ദേഹം ശരിയല്ല, അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചിരിക്കും. കാരണം ഈ ശിഷ്യന്മാർ മനസ്സിലാക്കേണ്ടതും ഈ അന്വേഷിച്ച് നടക്കുന്നവർ മനസ്സിലാക്കേണ്ടതും ഈ ഗുരുവിന് കൃത്യമായി ധാരണയുണ്ട്. കേരളത്തിലുള്ള 85% ഹൈന്ദവർ കൃത്യമായി ഹൈന്ദവം പഠിച്ച, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു, ഹൈന്ദവ രീതി കൃത്യമായി പഠിച്ച് ഹൈന്ദവ രീതി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ 85-90% ഗുരുക്കന്മാർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഒരു മന്ത്രം നമ്മളീ പറയും പോലെ ചെറിയ ടിപ്പൊന്നും ഇതിനകത്ത് ഒരു ബാധകമല്ല. ഒരു 3 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും, പിന്നെ കൃത്യമായി മന്ത്രജപം കൃത്യമായി കൊണ്ട് നടക്കേണ്ടി വരും. ആദ്യമൊക്കെ നമുക്ക് ചില ദുരിത അനുഭവങ്ങൾ വരും. ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് പോകണം. അപ്പോൾ അതിന് വളരെ പാടാണ്, ചെറിയ കാര്യമല്ല, വളരെ പാടാണ്. അപ്പം ഈ ദുരിതാനുഭവം, അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ നമ്മളൊരു മന്ത്രജപം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് ചില മന്ത്രങ്ങൾ, അതീവ രൗദ്രമായ മന്ത്രങ്ങൾ, ഋഷിമൂല ഛന്ദസ്സുള്ള മന്ത്രങ്ങൾ, ഇതൊക്കെ ചൊല്ലി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം
ഈ മന്ത്രം ചൊല്ലാൻ പ്രാപ്തമാക്കിയെടുക്കുക. അതിനാണ് പഴയ ഗുരുക്കന്മാർ കലശങ്ങളാടുക, പിന്നെ ഗുരുമന്ത്രം. നമ്മുടെ ശരീരം മന്ത്രമെന്ന് പറഞ്ഞാൽ വലിയ പദ്ധതിയാണ്. ഇത് മനുഷ്യന് ഭ്രാന്തുണ്ടാക്കാൻ പറ്റും, നന്മയുണ്ടാക്കാൻ പറ്റും. ഒരാൾക്ക് നന്മയുണ്ടാക്കാൻ ഒരു മന്ത്രം കൊണ്ടും ഒരു ദേവതയെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരാൾക്ക് നാശം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒരു ദേവത നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ദേവതയുടെ നന്മ മാത്രമല്ല എത്തുന്നത്, ആ ദേവതയ്ക്ക് തിന്മ സ്വഭാവവും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ ഗുരുവിൽ നിന്ന് കൃത്യമായി ഉപാസനയിൽ പഠിച്ചെടുക്കുക. അല്ല ഗുരുക്കന്മാരെ തേടി ഇങ്ങനെ ഓടി അലഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ പാക്കനാർ പണ്ട് പറഞ്ഞതുപോലെ ഒരുപാട് കുഴി വീട്ടിൻ്റെ മുറ്റത്ത് കുത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല എന്ന് പറയും പോലെയാണ്. ഇന്ന് നടക്കുന്ന ശിഷ്യന്മാരും പിന്നെ പലരും, അല്ലെങ്കിൽ ഒരു ഗുരു അറിയാതെ മറ്റൊരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു. അപ്പോൾ ഈ ഗുരു പിന്നെ മറ്റൊരാളിൻ്റെ അടുത്ത് പോകുന്നു. ഈ ഗുരുവിന് തന്നെ അറിയാം, അവൻ വരുമ്പോൾ അറിയാം, ഒരുവിധം പഠിച്ചിട്ടുള്ളവൻ വരുമ്പോൾ അറിയാം, അവന് അറിയാം അവൻ നാട്യമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പോലും കൊടുക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ശിവപഞ്ചാക്ഷരി പിരിവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവപഞ്ചാക്ഷരി പിരിവ് നമശിവായ അല്ല, അത് 16 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു ഗുരു ഒരാൾക്ക് കൊടുക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നത്, ഞങ്ങളുടെ ടീമിൽ എനിക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ അനുജൻ്റെ അടുത്ത് ഞാനത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു പിന്നെ ആവട്ടെ എന്നാണ് പറയുന്നത്. അത് തൊട്ടടുത്ത് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ എത്രയോ പേര് പഠിച്ചതിൽ ഒരാൾ, ഗുരുവിൻ്റെ ഗുരുനാഥൻ അത് അദ്ദേഹത്തിന് കൊടുത്തത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ കൊടുത്തത്. ഇതാർക്കും ചെയ്യരുത്, കാരണം ഇതിൻ്റെ മാരണമോ ആഭിചാരമോ മാരണ സമ്പ്രദായങ്ങളോ സ്തംഭനമോ ഒന്നും എടുത്ത് ആർക്കും ചെയ്യരുത്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ എനിക്കെന്നത് നീ ചെയ്തോ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചിരിക്കുകയും ചെയ്തു. പക്ഷേ ഞാനൊരിക്കലും ചെയ്യില്ല, ആ മന്ത്രം ഒരിക്കലും എടുത്ത് ഞാൻ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാലം ശേഷം ഇതിപ്പോൾ അന്യം നിന്ന് പോകുന്നൊരു അവസ്ഥയിലേക്കാണ് പറയുന്നത്. എൻ്റെ അനുജനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് അന്യം നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് പഠിച്ച് വരുന്ന ഒരവസ്ഥ, മന്ത്രങ്ങൾ അതീവമായ ബൃഹത്തായ പാശുപതം പോലെ, ശിവപഞ്ചാക്ഷരി പിരിവ് പോലെ, ലവണ ചിദംബരം പോലെ, ചിദംബരം എന്നൊക്കെ പറയുന്ന ഇതുണ്ട് ശിവൻ്റെ, ചിദംബരം പോലെ, ഭദ്രകാളിയുടെ മന്ത്രങ്ങൾ പോലെ, അങ്ങനെ അതിരൗദ്രമായ പിന്നെ ചണ്ഡകപാലിനി ഭാവത്തുള്ള ഭദ്രകാളി സമ്പ്രദായങ്ങൾ പോലെ, കുട്ടിച്ചാത്തൻ്റെ സമ്പ്രദായങ്ങൾ പോലെ, ഇതൊക്കെ തിരിഞ്ഞു കടിക്കുന്ന ഒരുപാട് മന്ത്രത്തിൻ്റെ കൂട്ടായ്മകളുണ്ട്. പല മന്ത്രവാദം പഠിച്ചവരുടെയും അവസ്ഥ നേരെ ചൊവ്വയല്ലെങ്കിൽ വളരെ ദുരിതത്തിലേക്ക് പോകും, മോക്ഷം പോലും കിട്ടില്ല. അപ്പോൾ ഇതിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഞാനിതൊക്കെ പുതിയ ചെറുപ്പക്കാരോടും, കാരണം ഒരുപാട് പേര് ഇത് പഠിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. നിങ്ങൾ ആദ്യം അവനവൻ്റെ ശരീരത്തിന് ഇത് പിന്നെ പ്രാപ്തമാണോ, ഈ മന്ത്രം പ്രാപ്തമാണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മന്ത്രം, ഞാൻ പൂജ പഠിക്കാൻ പോകുന്നു, കളിയാക്കും ചിലർ, പറഞ്ഞ് മനസ്സിലായി, അയ്യോ പൂജ പഠിക്കാൻ പോകുന്നു, കളിയാക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ കളിയാക്കുന്നവർ തന്നെ നമ്മളെ തേടി രഹസ്യമായിട്ട് വരും. അങ്ങനെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ചിരിക്കാം. അപ്പോൾ പിന്നെ ഈ കളിയാക്കുന്നവരെന്താ, അവർക്കിത് കഴിയില്ല. അപ്പോൾ രാവിലെ എണീറ്റ് 3 മണിക്ക് എണീറ്റ് ഈ ആചാരങ്ങൾ നിലനിർത്തി അതിനനുസരിച്ച് ആഹാരക്രമം നമ്മൾ കൊണ്ടുവന്ന്, പിന്നെ ചില മരണ വീടുകളിൽ പോകാൻ പറ്റില്ല, ചില സമയത്ത് ചിലർ കല്യാണ വീടുകളിൽ പോലും പോകില്ല, ചില ഉപാസകന്മാർ ഒരിടവും പോകാത്തവരുണ്ട്. അപ്പോൾ അവർ ആ ഉപാസന, ആ സിദ്ധെടുത്ത് ഇരിക്കുന്ന ഓരോ പരമ്പരകളും ഓരോ രീതികളുമുണ്ട്. അപ്പോൾ ആ രീതിക്കനുസരിച്ചാണ് പിന്നെ അവരുടെ ജീവിതം മാറുന്നത്. അപ്പോൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്ന സമ്പ്രദായങ്ങൾ അതിതീക്ഷ്ണമാണെന്നും ഇത് തൊട്ടാൽ തിരിച്ച് കടിക്കുമെന്നും രാജവമ്പാല എടുത്ത് നമ്മൾ മടിയിൽ കെട്ടിക്കൊണ്ട് നടക്കുകയാണെന്നും ഒക്കെ ഒരു ധാരണ മന്ത്രം പഠിക്കാൻ ഇറങ്ങുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒക്കെ ചെയ്യുക. പിന്നെ ഗുരുവിൻ്റെ ശാപം, മന്ത്രം പറഞ്ഞു വരുന്നവരുടെ ശാപമൊന്നും വാങ്ങി വയ്ക്കാതിരിക്കുക, കള്ളങ്ങൾ പറയാതിരിക്കുക. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ ഞാൻ ഇന്ന ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അടുത്ത ഇന്ന കാര്യം കൂടെയാണ് പഠിക്കേണ്ടത്, അല്ലാതെ മറച്ചു വെച്ചിട്ട് പിന്നെ ഈ സമ്പ്രദായങ്ങൾ കാണിക്കരുത്. പിന്നെ വളരെ ശുദ്ധിയായിരിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, നമ്മുടെ ധരിക്കുന്ന വസ്ത്രങ്ങൾ വളരെ ശുദ്ധിയായിരിക്കുക. ഒരുപാട് ചിട്ടവട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാന്ത്രികം പഠിച്ചാൽ വന്നു ചേരും.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചുറ്റുപാട് നിൽക്കുന്ന ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരുടെ ചില ഫംഗ്ഷന് പോലും നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നവർ വേണം ഇതിനിറങ്ങിത്തിരിക്കാൻ. അല്ലാത്തവർക്ക് സാധാരണ ഈ മന്ത്രവാദം പഠിക്കുന്നവർക്കുള്ള ഒരു ഉപദേശമാണ് ഞാൻ തരുന്നത്. അല്ലാത്തവർക്ക് സാധാരണ ചെയ്യും പോലെ ഹിന്ദുവായി ജനിച്ചു, അവരുടെ ദുരിതങ്ങളൊക്കെ ഏതെങ്കിലും ആചാര്യന്മാരെ കൊണ്ട് മാറ്റിച്ചിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥനയോടുകൂടിയും ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിച്ച് ഇന്ത്യ മൊത്തം പോയി, കൈലാസത്ത് വേണമെങ്കിലും പോയി, ഇതൊക്കെ ദർശനങ്ങളിലൂടെ നമ്മുടെ മനസ്സുകൊണ്ട് ദേവതയെ വിളിച്ച് വളരെ മാന്യമായി പോകാം. അല്ല, ഇത് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇതിനകത്തൊരു മന്ത്രവാദം പഠിക്കണം, എനിക്ക് ഇതിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് ചിട്ടവട്ടങ്ങളിലൂടെ മാത്രമേ എത്തിച്ചേരാൻ പറ്റൂ. അതൊരു എളുപ്പ വഴിയല്ല.